Hi, this is Anupriya. Welcome to our channel. Please subscribe and support us. ആദ്യമായൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈവക്കുഞ്ഞിന് ഇപ്പോൾ 3.5 മാസം പ്രായമായി. നമുക്കൊന്ന് കണ്ടിച്ചു വന്നാലോ ഇപ്പോഴത്തെ ഈവക്കുഞ്ഞിനെ. ജസ്റ്റ് ഞങ്ങൾക്കൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവളെ ഒന്ന് കൂട്ടിക്കയറ്റി വിട്ടതാട്ടോ. പക്ഷേ അപ്പോൾ തൊട്ട് അവളിങ്ങനെ പുറത്തിറങ്ങാൻ വേണ്ടി ഇറിറ്റേഷൻ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തിറക്കി വിടട്ടെ. അവൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉഷാറായിട്ട് ഇരിക്കുവാണ് കുറുമ്പ് കാണിക്കാനായിട്ട്. ഈവാ നമ്മുടെ മുത്തേ, ഈവാ 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 നമ്മുടെ മുത്ത് എവിടെ? ഈവാ നമ്മുടെ ഈവക്കുഞ്ഞിനെ കണ്ടില്ലേ? ഈവ കൊച്ചു മിടുക്കിയാണ്, ഭയങ്കര കുറുമ്പിയാണ് കേട്ടോ. ഈവയുടെ ആദ്യത്തെ കുറേ ദിവസങ്ങളിൽ അവൾ കൂടുതൽ സ്പെൻഡ് ചെയ്തത് ഇരുട്ടുള്ള ഭാഗങ്ങളിലേക്കാണ്. അതായത് സോഫയുടെ അടിയിലേക്ക്, അതേപോലെ തന്നെ കുറേ ഫേർണിച്ചേഴ്സിൻ്റെ അടിയിലേക്ക്, അങ്ങനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവളെ ഒന്ന് ഇരുത്തിയാൽ പോലും അവൾ കൂടുതൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു ഏരിയയിലേക്കാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം. ഞങ്ങൾക്ക് ഇതെല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സോ കുറേ കൺഫ്യൂഷൻസും കുറേ ടെൻഷൻസും ഒക്കെ ഞങ്ങളുടെ സൈഡിലുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മനസ്സിലുണ്ടായിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് ഭവ്യ, ആളൊരു പെറ്റ് പാരൻ്റാണ്. സോ ആളുടെ പെറ്റ് എന്ന് പറയുന്നത് ഒരു സെയിം ഷിറ്റ്സു ആണ്, മെയിലാണ്. അവന് 3 വയസ്സായിപ്പോൾ. അവൻ്റെ പേര് ലിയോ എന്നാണ്. സോ ഭവ്യയുടെ സൈഡിൽ നിന്ന് എനിക്ക് കുറേ ടിപ്സും കുറേ സജഷൻസും കുറേ സപ്പോർട്ടീവും ആയുള്ള കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഭവ്യയെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ അവൾ ഇങ്ങനെ ഇരുട്ടിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്, അപ്പോൾ എന്തായിരിക്കും കാരണം എന്നൊക്കെ. അപ്പോൾ ഭവ്യ പറഞ്ഞു, കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾക്ക് കുഞ്ഞല്ലേ, അവൾക്ക് ഈ വെളിച്ചം തട്ടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ടാണ് അവൾ ഇരുട്ടിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും. അവൾക്ക് കൂടുതൽ ഇഷ്ടം ഉറക്കമായതുകൊണ്ട് കുറച്ച് അതിലേക്ക് ഇരുട്ടിലേക്കൊക്കെ കുറച്ച് പ്രിഫർ ചെയ്തൊന്ന് വരും. അതൊന്നും കാര്യമാക്കണ്ട, എല്ലാം ശരിയായിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ പല മൊമെൻറ്റ്സിലും ഭവ്യയുടെ ഒരു മെസ്സേജസും ഭവ്യയുടെ സജഷൻസും അതുപോലെ ഒപ്പീനിയൻസ് അതുപോലെ തന്നെ പല ടിപ്സും എനിക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഭവ്യയും ലിയോനെയും ഒന്ന് കണ്ടിട്ട് വന്നാലോ? ലിയോ എന്തൊരു ക്യൂട്ടാണല്ലേ. നമുക്കിനി ഈവയിലേക്ക് വരാം. ഈവ വന്ന സമയങ്ങളിൽ വന്ന ദിവസങ്ങളിൽ അവൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. കാരണം പാരൻസിൽ നിന്നാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത്. അച്ഛനുണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, സിബ്ലിങ്സും ഉണ്ടായിരുന്നു. ഞങ്ങൾ എടുത്തിട്ട് വരുമ്പോൾ പാരൻസിനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു, കൂടെ തന്നെ സിബ്ലിങ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത് വിട്ടിട്ട് വരുമ്പോൾ ഉള്ളൊരു വിഷമം അവൾക്ക് എന്നും ഉണ്ടായിരുന്നു. അവൾ കുറച്ച് സൈലൻ്റാണ്, 2-3 ദിവസം സൈലൻ്റ് ആയിരുന്നു. പിന്നെ ചിണുങ്ങലുണ്ടായിരുന്നു, കരച്ചിലുണ്ടായിരുന്നു. പിന്നെ പതിയെ അവൾ ഞങ്ങളിൽ ഇണങ്ങാൻ തുടങ്ങി. നമ്മുടെ ഈവക്കുഞ്ഞ് ആദ്യ ദിനങ്ങളിൽ ഞങ്ങളുമായിട്ട് ഇണങ്ങാനെടുത്ത സമയങ്ങളും ആ സമയത്ത് അവളുടെ കുറേ ആക്ടിവിറ്റീസും അതേപോലെ അവളുടെ കുറുമ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിൽ എത്രയും പെട്ടെന്ന് ഞാൻ എത്താം. ഞങ്ങളെ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച്. ബൈ.